ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടോസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പിയോടൊപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ പോകും കൂടാണ് കേട്ടോ. രാവിലെ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ചേട്ടനും ഞാനും കുഞ്ഞൂസും കൂടെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന കാരണം അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ച വീഡിയോ അങ്ങനെയാണ് ഞാൻ എടുത്തത്. കുറേ നാളായി സത്യം പറഞ്ഞാൽ നാട്ടിലൊക്കെ സ്ഥിരം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്കങ്ങനെ വണ്ടി കിട്ടാറേ ഇല്ല. ചേട്ടൻ ഡെയിലി എടുത്തുകൊണ്ട് പോകുന്നത് കാരണം ഓഫീസിൽ പോകുമ്പോൾ എനിക്കങ്ങനെ കാറ് കിട്ടാറില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സൺഡേ ആണ്. സൺഡേ ടൈമിൽ ഈ ഒരു ടൈമിലൊക്കെ എനിക്ക് രാവിലെ മാർക്കറ്റിൽ പോകുന്ന സമയത്തൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അന്നേരം ഒന്ന് ഡ്രൈവ് ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. കുറേ നാളിന് ശേഷം ആയതുകൊണ്ടിട്ട് ഒന്ന് എടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്, ജയ്പൂരാണിത്. അപ്പോൾ നമ്മളുടെ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന കാരണം അത്ര ഒരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം തണുപ്പ് സമയത്താണ് ഈ വീഡിയോ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികളൊന്നും ഇല്ല. എങ്കിൽ തന്നെയും ജസ്റ്റ് ഒന്ന് എടുക്കണമെന്ന് തോന്നിയ വീഡിയോ അങ്ങനെ എടുത്തേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 10 മിനിറ്റ് വേണ്ടി വരും കുറഞ്ഞത് കേട്ടോ നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഞാൻ കാണിക്കാം. എന്താ കയറുന്ന ഭാഗമാണത് കേട്ടോ. അപ്പോൾ താഴെ ഇങ്ങനെ ഇരുന്നിട്ടാണ് എല്ലാവരും ഇത് വിൽക്കുന്നത്, പച്ചക്കറികളൊക്കെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ, കടകളായിട്ടല്ലേ. ഇത് വലിയൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് പച്ചക്കറികളൊക്കെ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പോയി ഇങ്ങനെ പെറുക്കി ചോദിച്ച് വാങ്ങിക്കുന്നത്. ഓരോരുത്തർ അവരവരുടെ പച്ചക്കറികൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതെന്തിനാണ്, റീൽ എടുക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങയുടെയൊക്കെ ഒരു വലുപ്പം കണ്ടോ, മത്തങ്ങയൊക്കെ കിട്ടുകട കേട്ടോ. ഇത്ര വലുപ്പമുള്ള മത്തങ്ങയുണ്ട്, പിന്നെ ചെറിയ മത്തങ്ങയും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നമ്മളുടെ ഇഞ്ചി ഇരിപ്പുണ്ട്. വിലയൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു കുറവാണ്. നമ്മുടെ അച്ചങ്ങപ്പയർ ഞാൻ കണ്ടു കേട്ടോ. കുറച്ച് നാളിന് ശേഷമാണ് അച്ചങ്ങപ്പയർ കണ്ടത്. പല സമയത്ത് പല സീസൺ അനുസരിച്ച് പല പച്ചക്കറികൾ വരാറുണ്ട് കേട്ടോ. ഇതിൽ വേറൊരു സംഭവം ഞാൻ കാണിക്കാം. എനിക്ക് പേര് ചിലതിൻ്റെ ഒന്നും അറിയില്ല കേട്ടോ. ഇതിൽ പച്ചമുളകൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പച്ചക്കറികളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങോട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞൂസ് ഞാനിവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഞാനൊരു മൂടി പൊട്ടി കെട്ടിയൊക്കെ നിൽക്കുകയാണ്. കുഞ്ഞൂസൊരു ഹായൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇല പച്ചക്കറികളൊക്കെയാണ് ആ കൂട്ടിയിട്ട് വിൽക്കുന്നത്. മല്ലിയിലയുണ്ട്, പിന്നെ പുതിന. നമ്മളുടെ ബീട്രൂട്ട് ഉണ്ട്, ഇത് 60 രൂപ കിലോ, അതാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ് അത്ര ഭംഗിയൊന്നുമില്ല. സമയം നമ്മളുടെ തണുപ്പ് സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി, നല്ല കളറാണ് ക്യാരറ്റ് കാണുമ്പോഴൊക്കെ. നമ്മളുടെ ബീട്രൂട്ട് കിടപ്പുണ്ട്. പിന്നുള്ളത് ലോക്കിയാണ്. ലോക്കി കിടപ്പുണ്ട്. അച്ചിങ്ങപ്പയർ ഞാൻ പറഞ്ഞില്ലേ, നല്ല അച്ചിങ്ങപ്പയറും നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തക്കാളികളൊക്കെ ഉണ്ട്. നമ്മുടെ ഷിംല മിർച്ച് അല്ലെങ്കിൽ ക്യാപ്സിക്കമാണ്, അത് ഇവിടെ കിടപ്പുണ്ട്. ഇതിനൊക്കെ വിലക്കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇത് പറുളോ അങ്ങനെ എന്തോ സംഭവം, എനിക്കെൻ്റെ പേര് ക്ലിയറായിട്ട് അറിയത്തില്ല. നമ്മുടെ കോവയ്ക്കയുടെ തന്നെ വലിയൊരു ഇനമാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ സാധാരണ വെണ്ടയ്ക്കയാണ് കേട്ടോ. മത്തങ്ങയാണ് ആ പൊളിച്ച് നല്ല മുറിച്ചങ്ങോട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടു, അച്ചാറി മിർച്ചി, അത് തന്നെ സംഭവം. അത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടൊമാറ്റോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇതിൻ്റെ പേര് എനിക്കറിയില്ല എന്താ സംഭവമെന്ന്. ഏറെക്കുറെ പച്ചക്കറികളുടെ പേരൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ഞാനൊരു ചെറിയ മത്തങ്ങ വാങ്ങിച്ചു. എനിക്ക് എരിശ്ശേരി വെക്കണമെന്നുണ്ടായിരുന്നു. കുറേ നാളായി പയർ വാങ്ങിച്ച് വെച്ചിട്ട് എരിശ്ശേരി വെച്ചില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു മത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലോക്കിയൊക്കെ വേണ്ടാന്ന് വിചാരിച്ചു. അത്യാവശ്യം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് കാരണം ലോക്കി വേണ്ടാന്ന് വെച്ചു കേട്ടോ. ഈ സംഭവത്തിൻ്റെ പേരും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല അവിടെ ആരോടും. പിന്നെ തേങ്ങ, 4 തേങ്ങ 100 രൂപ. രാഖി ആയതുകൊണ്ടിട്ടായിരിക്കാം, നാളെ രക്ഷാബന്ധനാണ്, അതുകൊണ്ട് ഇവിടെ തേങ്ങയ്ക്കൊക്കെ വിലക്കുറവാണ്. 4 തേങ്ങ 100 രൂപ, അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വളരെ ലേറ്റായി. ഏകദേശം ഒരു 9:30 ആയി. ഒരു 3-4 കിഴങ്ങ് എടുത്ത് വെട്ടിപ്പൊളന്ന് കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ടാനുള്ള പരിപാടിയാണ്. 2 പച്ചമുളകും അങ്ങോട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു 2 സവാളയും കൂടെ ഇട്ടിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു മസാലയ്ക്കാണ് കേട്ടോ. നമ്മളുടെ പൂരിക്ക് പറ്റിയൊരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു, അത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് ഒരു മസാല ഇട്ടിട്ടില്ല. കിഴങ്ങ്, ഉള്ളി,
പച്ചമുളക്, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഗോതമ്പ് പൊടി, ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അയമോദകം കൈകൊണ്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടാണ്, ജസ്റ്റ് ഞാനിപ്പോൾ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ അയമോദകം അതും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി അങ്ങോട്ട് എടുക്കുക. പിന്നെ നമ്മളുടെ ചെറിയ ഒരു നെല്ലിക്ക വലുപ്പം അല്ലെങ്കിൽ ഒരു നാരങ്ങ വലുപ്പം ഒക്കെ ആക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ചെറിയ ബോളുകളാക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് തിന്നാക്കി പരത്തി കഴിഞ്ഞാൽ ഇത് പൊങ്ങില്ല. ഒരു പരുവത്തിന് കനത്തിലാക്കാവുള്ളൂ. പൂരി അങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് മസാലയൊക്കെ റെഡിയാക്കണ്ടേ. കിഴങ്ങിനുള്ള മസാലയൊക്കെ ഉള്ളത്, ആ കിഴങ്ങൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് മല്ലിയിലയാണ്. മല്ലിയിലയിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് കട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഇത്രേ ചേർക്കുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പൂരി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ മസാലകളൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ള ഒരു കിഴങ്ങിൻ്റെ മസാലയാണ് നമ്മുടെ പൂരിക്ക് പറ്റിയ. അല്പം അത് വെച്ചാൽ ഗ്രേവി ഒരുപാടൊന്നും ഇല്ല, വളരെ തിക്കായിട്ടാണ് ഞാൻ എടുക്കുന്നത്, ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രേവി ഒന്നുമില്ല, സിമ്പിളാണ്, ഈസിയാണ്. പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിങ്ങ് എടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. നമ്മളുടെ പൂരിക്ക് പറ്റിയ നല്ല അടിപൊളി മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പൂരികളെല്ലാം ചുട്ടെടുക്കാം കേട്ടോ. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്നാണ്. ഇപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് മാർക്കറ്റിൽ പോയിട്ട് വന്ന് പെട്ടെന്ന് തട്ടിക്കൂടിയ സംഭവമായതുകൊണ്ട് വളരെ ഈസി അല്ലേ. അങ്ങോട്ട് കിഴങ്ങ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് അങ്ങോട്ട് സെറ്റാക്കുക, അങ്ങോട്ട് വറുത്തെടുക്കുക. ചപ്പാത്തിയെക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അരി ഉഴുന്നൊന്നും വെള്ളത്തിലിടാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അതാണ് രാവിലെ പൂരിയാക്കിയ. സൺഡേ ആയിട്ട് പിന്നെ പൂരിയും മസാലയാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വലുപ്പത്തിലാക്കി എടുക്കുക. അതായത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലൊക്കെയുള്ള ആ ഒരു സൈസിലാക്കി എടുക്കുക. അതെല്ലാം ഒന്ന് ബോളുകളാക്കിയതിന് ശേഷം ഒരുപാടങ്ങ് തിന്നാക്കി പരത്താതെ കുറച്ച് കട്ടിക്ക് പരത്തി വെക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ടൂട്ടു ഇതാണ്ട് അവിടെ പ്ലേറ്റൊക്കെ തുടച്ച് വെക്കുന്നുണ്ട്. നമ്മളുടെ പൂരികളെല്ലാം ഇവിടെ റെഡിയാകാൻ പോവുകയാണ്. അടിപൊളി നല്ല ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തൊന്നും ഞാൻ ചേർത്തിട്ടില്ല എങ്കിൽ തന്നെ നല്ല അടിപൊളി പൂരികളാണ്. എന്താണെന്ന് നോക്കി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഓരോന്നോരോന്ന് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ഇടുന്ന സമയത്തേക്ക് തീ നല്ല ഹൈ ഫ്ലെയിമാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതങ്ങ് കുറയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ പൂരിയുടെ ഒരു ഫ്ലെയിമിൻ്റെ കാര്യം. അതായത് നമ്മൾ അങ്ങോട്ട് ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിം ആക്കിയാൽ അത് നന്നായിട്ട് പൊന്തി വരുള്ളൂ കേട്ടോ. പിന്നെ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂക്കി ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അതങ്ങനെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മളുടെ പൂരിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല അടിപൊളി പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൺഡേ ആയിട്ട് സ്പെഷ്യൽ നമ്മളുടെ പൂരി ആൻഡ് മസാലയാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കാണാൻ, റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ പൂരി മസാലയുടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ഓക്കെ, ബൈ.